മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ വൈകുന്നേരം പ്രഖ്യാപിക്കും. വൈകിട്ട് 4 മണിക്ക് പാണക്കാട് സാദിഖലി തങ്ങളാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗോകുൽ, വലിയ പ്രതിസന്ധികളൊന്നുമില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ ലീഗിന് കഴിഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ പട്ടികയും അല്പസമയത്തിനകം വരും. അതിന് പിന്നാലെ മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപനവും ഉണ്ടാകുകയാണല്ലേ? അതിനാ തീർച്ചയായിട്ടും ഒറ്റഘട്ടമായി മുഴുവൻ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പാണക്കാട് വെച്ചിട്ടുള്ള തറവാട്ട് വീട്ടിൽ വെച്ച് നിർവഹിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിനുള്ള വാർത്താ സമ്മേളന വിവരം ഒക്കെ പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. 27 സീറ്റിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുക. അതിൽ 27 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രഖ്യാപനവും അല്പസമയത്തിനകം ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക, ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നാൽ ഉടനെ തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച വിവരം പുറത്തു വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതിൽ നേരത്തെ ചില അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സീറ്റ് വെച്ചുമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പുനലൂര്, കോങ്ങാട് സീറ്റുകൾ കോൺഗ്രസ് വിട്ടു നൽകിയതായ മുസ്ലിം ലീഗ് നേതാക്കൾ PMS റാവു ഉൾപ്പെടെയുള്ള നേതാക്കൾ രാവിലെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ പകരം ഏത് സീറ്റാണ് ലഭിക്കുക എന്നതിനെ സംബന്ധിച്ച കാര്യം തീരുമാനമായിരുന്നില്ല. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ഇന്നും ഇന്നലെയും നടന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലും ജില്ലാ ഭാരവാഹി യോഗത്തിലും പാണക്കാട് സാദിഖലി തങ്ങൾ മുസ്ലിം ലീഗ് ഭാരവാഹികളുമായി നേരിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിലും ഒക്കെ ചർച്ചയായി. അത് സംബന്ധിച്ച തീരുമാനങ്ങൾ എന്തായാലും ആയിട്ടുണ്ട്. പട്ടിക പൂർണ്ണമാണ്. അല്പസമയത്തിനകം തന്നെ 4 മണിയോടുകൂടി പൂർണ്ണമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തിരുവമ്പാടിയും തവനൂരും ഒക്കെ വെച്ച് മാറ്റാനുള്ള ഒരു ചർച്ചയൊക്കെ നടന്നിരുന്നു. പിന്നീട് അത് മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. തവനൂരിൽ DCC പ്രസിഡന്റ് VS ജോയി തന്നെ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തുന്ന ഘട്ടത്തിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ 4 മണിയോടുകൂടി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളുമായിട്ടുണ്ട്. പ്രഖ്യാപനം വൈകുന്നേരം തന്നെ ഉണ്ടാകും. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.